ഹലോ ഹായ് നമസ്കാരം. ഞാൻ അനിഷ വൈശാഖ്. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ആരും അങ്ങനെ ഫംഗ്ഷൻസിനും കാര്യങ്ങൾക്കൊന്നും പോക്കില്ലല്ലേ. സേഫിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് നല്ല ഗ്ലൗസും മാസ്കൊക്കെ ധരിച്ചിട്ട് എങ്ങനെ സേഫായിട്ട് പോകാം എന്നുള്ള കാര്യം നോക്കാം. നമുക്ക് ട്രെൻഡി ആയിട്ടുള്ളൊരു ഗ്ലൗസ് വീട്ടിൽ തന്നെ നമ്മുടെ പഴയ ലെഗിൻസും അതുപോലെ തന്നെ ഒരു സൂചിയും നൂലും ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് നമ്മുടെ ലെഗിൻസിൻ്റെ നല്ല വൃത്തിയായിട്ടൊന്ന് വിരിച്ച് വെച്ചതിന് ശേഷം അതിലോട്ട് നമ്മുടെ കൈ ഇതേപോലെ വച്ചിട്ട് ജസ്റ്റ് ഒന്ന് അളവെടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അളവെടുക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ അളവെടുക്കുക. എന്നിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള സ്ഥലം കൂടെ വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ കൈ ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ മാത്രം വെച്ചാൽ മതി. ഒരുപാട് അങ്ങ് വിടർത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ അളവെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ അളവെടുക്കുന്ന ആ ഒരു ചോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മോളുടെ കളർ പെൻസിൽ കൊണ്ട്, അതായത് കളർ കൊണ്ടാണ് അളവെടുത്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ക്യാമറയിൽ അത്രയ്ക്ക് അങ്ങ് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ ലെഗിൻസിൻ്റെ ആ ഒരു കാലിൻ്റെ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗം കൂടി അളന്നെടുത്തതിന് ശേഷം വേണം കട്ട് ചെയ്യാൻ. ആ കറക്റ്റ് നമ്മുടെ വിരലിൻ്റെ സൈസിന് കട്ട് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. പക്ഷേ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല അടുപ്പിച്ച് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതായത് വലിച്ചു വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഡബിൾ സ്റ്റിച്ചും ചെയ്യണം. ഏറ്റവും എളുപ്പം ഇത് നമ്മൾ സ്റ്റിച്ചിങ് മെഷീൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് തന്നെയാണ്. പക്ഷേ സ്റ്റിച്ചിങ് മെഷീൻ ഇല്ലാത്ത ആൾക്കാർക്ക് നല്ല സിമ്പിളായിട്ട് നല്ല ട്രെൻഡി ആയിട്ടുള്ള ഗ്ലൗസ് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താണ്, നല്ല ഭാഗം നമ്മൾ അകത്തോട്ടാക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതേപോലെ ഉള്ളിലേക്ക്, അതായത് നമ്മൾ ഗ്ലൗസ് ഇടുമ്പോൾ നമ്മുടെ ഉള്ളിലോട്ട് ആക്കുന്ന ഭാഗം വേണം പുറത്തോട്ട് വയ്ക്കാൻ. നല്ല ഭാഗം അകത്തോട്ടും ആയിരിക്കണം. എന്നാലേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് പുറത്തോട്ടേക്ക് നിവർത്തിയെടുക്കുമ്പോൾ ആ നല്ല ഭാഗം പുറത്തോട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇതേപോലെ വെച്ചതിന് ശേഷം നൂലിൻ്റെ അറ്റത്ത് ചെറിയൊരു കെട്ടിട്ടിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യമൊന്നും ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരുവിധം എല്ലാ ലേഡീസിനും സ്റ്റിച്ച് ചെയ്യാൻ അറിയാം എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ ഇതേപോലെ സിമ്പിളാണ്, പെട്ടെന്ന് കഴിയും കേട്ടോ. നമ്മൾ ഒരുപാട് ടൈമൊന്നും വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വലിച്ചെടുത്ത് അങ്ങനെയൊന്നും വേണ്ട. ജസ്റ്റ് നമ്മൾ ഈ മുല്ല മുട്ടും അതുപോലെ തന്നെ മാലയുടെ മുത്തൊക്കെ കോർത്തെടുക്കുന്നത് പോലെ ഇങ്ങനെ കോർത്തെടുത്തതിന് ശേഷം, അതായത് നമ്മുടെ സൂചിയിൽ കൊള്ളേണ്ട ഭാഗം കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്താൽ മതി. അല്ലാതെ ഇപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. മാക്സിമം എത്രത്തോളം സൂചിയിൽ കോർത്തെടുക്കാൻ പറ്റുമോ അത്രത്തോളം കോർത്തെടുത്തതിന് ശേഷം ഇതേപോലെ സൂചി വലിച്ചെടുത്താൽ മതി. പിന്നെ വലിച്ചെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കണം, നല്ല ടൈറ്റായിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. കാരണം അല്ലെങ്കിൽ ലൂസായി പോയാൽ അവിടെ നമ്മൾ ഗ്ലൗസ് കയ്യിലിട്ട് കഴിയുമ്പോൾ ഗ്യാപ്പ് വരും. ഇങ്ങനെ ടൈറ്റിൽ വലിച്ചെടുത്തിട്ട് വേണം. എന്ന് വെച്ചാൽ ഒരുപാടങ്ങ് ടൈറ്റാക്കാനും പാടില്ല, ജസ്റ്റ് ഒരു ടൈറ്റായിട്ട്, ഇത്രയും ടൈറ്റായിട്ട് വേണം നമ്മൾ വലിച്ചെടുക്കാൻ. അങ്ങനെ നമുക്ക് മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒന്നുകൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചുകൂടെ സൂം ചെയ്ത് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വിരലിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ് കറക്റ്റാണോ പാകമാണോ എന്നുള്ള കാര്യം. അപ്പോൾ പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിനി പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ഗ്ലൗസിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഞാനൊരു ഭംഗിക്ക് വേണ്ടി 3 മുത്തും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റോണും കൂടെ വെച്ചിട്ട് അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ നല്ല കംഫർട്ടബിളാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഗ്ലൗസിനേക്കാളും എത്രയോ കംഫർട്ടബിളായിട്ടുള്ള ഗ്ലൗസാണ്. നല്ല സോഫ്റ്റാണ്, നമുക്കൊരു ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സർജിക്കൽ ഗ്ലൗസ് ഇല്ലേ, അതിട്ടതിന് ശേഷം മുകളിൽ ഇത് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ സേഫായിരിക്കും. നമുക്ക് നല്ല ധൈര്യമായിട്ട് തന്നെ എല്ലാ ഫങ്ഷനും കാര്യങ്ങൾക്കൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്